എല്ലാവർക്കും കുമരകം വില്ലേജ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. അതിന് നമ്മളൊരു 6 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഹാഫ് സബോള നമ്മൾ അരിഞ്ഞ് ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ മസാലയൊന്ന് ഒരു പാത്രത്തിലാക്കി നമ്മൾ നേരത്തെ വെക്കും. അതിന് നമ്മളൊരു പാത്രം എടുത്ത് ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവുള്ളത് നിങ്ങൾക്ക് ചേർക്കാം, ഞാനിവിടെ കാശ്മീരിയാണ് ചേർക്കുന്നത്. എനിക്കിഷ്ടം കാശ്മീരിയാണ്, ഒത്തിരി എരിവ് ഇല്ലാത്തതാണ് നല്ലത്. ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട്, അപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തു. അത് ഒരു 3/4 ടീസ്പൂൺ ചെറിയ സ്പൂണിന് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത്, നമ്മൾ അത് കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളത് മാറ്റി വെക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഒരു 3 കഷ്ണം പുളി രണ്ടായിട്ട് കീറി വെള്ളം ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ കടുക് നമ്മൾ ചേർക്കുന്നു. അതിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ച് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പച്ചമുളകും സബോള അരിഞ്ഞ് വെച്ചും കൂടെ നമ്മൾ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കി വെക്കും. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ മസാല എടുത്ത് വെച്ചിരിക്കുന്ന മുളക് അതെല്ലാം നമ്മൾ അതിനകത്ത് ചേർത്തിട്ട് നല്ലോണം ഇളക്കി വെക്കും. ആ എണ്ണയുടെ കൂടെ നിന്ന് ആ മസാലയും കൂടെ ഒന്ന് മൂക്കും. അതൊന്ന് നല്ലോണം ആ ഗ്രേവി മൂത്ത് വരുമ്പോൾ ഒരു 2 തവി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. കാരണം അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഒന്ന് ഒരു ക്രീം പരുവാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിക്കാം. പിന്നെ നമ്മൾ ആ വെള്ളവും ആ പുളിയും കൂടെ ഉള്ളത് അതിനകത്ത് ഒഴിക്കുവാണ്. ഇപ്പോൾ എണ്ണയൊക്കെ നമുക്ക് തെളിഞ്ഞ് വരുന്നുണ്ട്, എണ്ണ നല്ലോണം തെളിഞ്ഞ് വരും. അപ്പം നമ്മൾ പുളിവെള്ളം അതിനകത്തോട്ട് ഒഴിക്കുവാണ്. അത് ഒഴിച്ച് നമ്മൾ നല്ലോണം ഇളക്കി മൂടി നമ്മൾ വെക്കും. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കേരമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേരമീൻ നല്ലോണം കഴുകി നീറ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തിളച്ച് വന്ന് നമ്മൾ ഓരോ കഷ്ണം മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ കോട്ടയംകാരനാണ്, അതാണ് എനിക്ക് കോട്ടയം മീൻകറി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രവാസികളാകുമ്പോൾ ഒത്തിരി ഐറ്റങ്ങളൊന്നും നമ്മളെടുത്ത് ഉണ്ടാക്കത്തില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. മല്ലിപ്പൊടി ഒന്നും ചേർക്കത്തില്ല, ഒരു ടീസ്പൂൺ പോലും മല്ലിപ്പൊടി ഞാൻ ചേർക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് തിളയ്ക്കുന്ന ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, മുളക് നല്ലോണം ഗ്രേവി നമുക്ക് തിളച്ച് വരുന്നുണ്ട്. അതിനെ ഒന്നും കൂടെ നമ്മൾ മൂടി വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് ചേർത്ത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. ഒരു 20-25 മിനിറ്റ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. അപ്പം നല്ലോണം നമ്മളൊന്ന് തണുത്ത് കഴിയുമ്പോൾ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ആവും. അപ്പം മൂടി വെച്ച് അത് കഴിഞ്ഞ് നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിക്കുവാണ്. അടിപൊളി, നോക്കിയേ, നല്ല അടിപൊളി മുളക് ഇട്ട കോട്ടയം സ്റ്റൈൽ മീൻ കറി റെഡി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.